Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ധനഹാകാലത്തെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. ധനഹാകാലം നാം ധ്യാന വിഷയമാക്കുന്നത് ഈശോ ഈ ലോകത്തിന് സ്വയം ഈശോ വെളിപ്പെടുത്തപ്പെട്ട രംഗങ്ങളാണ്. ഈശോയുടെ മാമോദീസായിൽ ആരംഭിച്ച് അവിടുത്തെ ജീവിതത്തിലൂടെ, പരസ്യ ജീവിതത്തിലൂടെ പുരോഗമിക്കുന്ന ആ വെളിപ്പെടുത്തല്, അവിടുത്തെ സഹനമരണോത്ഥാനങ്ങൾക്ക് ശേഷം സ്ലീഹന്മാർ എപ്രകാരമാണ് ഈശോയെക്കുറിച്ചുള്ള സാക്ഷ്യത്തിലൂടെ അവിടുത്തെ ലോകത്തിന് വെളിപ്പെടുത്തിയത് എന്നുള്ള രഹസ്യവും നമ്മൾ അനുസ്മരിക്കുന്നത് ഈ കാലത്താണ്. അതുകൊണ്ടാണ് ഈശോയുടെ ജീവിതകാലത്ത് തന്നെ അവിടുത്തെ സാക്ഷ്യപ്പെടുത്തി യോഹന്നാൻ മാംദാനായെ ധനഹാകാലത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയും പന്തക്കുസ്താ ദിവസം മുതൽ ഈശോയെ ലോകത്തിന് വെളിപ്പെടുത്തിയ പത്രോസ് പൗലോസ് സ്ലീഹന്മാരെ ധനഹാകാലത്തെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയും നമ്മൾ അനുസ്മരിച്ചത്. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മർക്കോസിന്റെ അറിയിപ്പില് 3-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളാണല്ലോ. സുവിശേഷകന്മാർ 4 പേരും അവതരിപ്പിക്കുന്നത് ഈശോ ആരാണ്, ഈശോ എപ്രകാരം ലോകത്തിന് വെളിപ്പെടുത്തപ്പെട്ടു എന്നുള്ള ആ സത്യമാണ്. ഈശോയുടെ സ്വത്വമാണ്, ഐഡന്റിറ്റിയാണ് സുവിശേഷങ്ങളുടെ 4ന്റെയും വിഷയം. മർക്കോസ് അറിയിച്ച സുവിശേഷത്തിന്റെ ആദ്യ പകുതി 8-ാം അധ്യായം 26-ാം വാക്യം വരെയുള്ള ഭാഗങ്ങൾ ഈശോയുടെ പരസ്യ ജീവിതത്തിന്റെ ആദ്യഘട്ടമായ ഗലീലിയിലെ പ്രവർത്തനങ്ങളാണ്. ഇവിടെ വിവരിക്കുന്നത് ഈശോയുടെ സ്വത്വം, ഈശോ ആരാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ്. മാമോദീസായുടെ വേളയിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവപുത്രൻ എപ്രകാരമാണ് തന്റെ പ്രവർത്തനങ്ങളിലൂടെ, പ്രബോധനങ്ങളിലൂടെ ശിഷ്യന്മാർക്കും ലോകത്തിനും വെളിപ്പെടുത്തുന്നത്, ശിഷ്യന്മാർ തന്നെ ഈ ബോധത്തിലേക്ക് എപ്രകാരം എത്തുന്നു എന്നുള്ള രംഗങ്ങളാണ് 8-ാം അധ്യായം 26 വരെയുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്നത്. 27 മുതൽ തൊട്ടടുത്ത് പിന്നാലെ വരുന്ന രംഗത്ത് ഇതുവരെ നടന്ന ഈ വെളിപ്പെടുത്തലിന്റെ വെളിച്ചത്തില് എപ്രകാരമാണ് ഈശോയെക്കുറിച്ച് ശിഷ്യന്മാർ മനസ്സിലാക്കിയത് എന്ന് അറിയുവാൻ വേണ്ടി അവരോട് ചോദിക്കുന്നതും ശമയോൻ പത്രോസ് നീ മിശിഹായാകുന്നുവെന്ന് മറുപടി നൽകുന്നതുമെല്ലാം മർക്കോസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ഗലീലിയിലെ പ്രവർത്തനങ്ങളുടെ കേന്ദ്രഭാഗത്ത് നിൽക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയം. ഈ 28-26 വരെയുള്ള ഈ ഗലീലിയിലെ പ്രവർത്തനങ്ങളെ മർക്കോസിന്റെ സുവിശേഷ പഠിതാക്കള് 3ആയിട്ട് തിരിക്കാറുണ്ട്. അവിടുത്തെ ഗലീലിയൻ മിനിസ്ട്രിയെ 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ ആരംഭിച്ച് 8:26 അവസാനിക്കുന്ന ഈ ഗലീലിയിലെ പ്രവർത്തനങ്ങൾക്ക് നിയതമായ, കൃത്യമായ ഒരു ഘടന നമുക്ക് കാണാൻ സാധിക്കും. 1-ാം അധ്യായം 14 മുതൽ 3:6 വരെയും 3:7 മുതൽ 6:6 വരെയും 6:7 മുതൽ 8:26 വരെയുമാണ് ഈ ഭാഗത്തെ 3 ഉപവിഭാഗങ്ങൾ. ഈ 3 സബ്സെക്ഷന്റെയും പ്രത്യേകത ഇത് 3ഉം ആരംഭിക്കുന്നത് ഒരു ചുരുക്ക വിവരണത്തോടെയാണെന്നുള്ളതാണ്. അതായത് ഒരു സമ്മറി സ്റ്റേറ്റ്മെന്റോടുകൂടിയാണ്. 1-ാം അധ്യായം 14-15 വാക്യങ്ങളില് ഗലീലയിൽ ഈശോ പ്രത്യക്ഷപ്പെട്ട് സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ, മാനസാന്തരപ്പെടുവാനെന്ന് ഈശോ പറയുന്നതാണ് കാണുന്നത്. ഇതുപോലെ തന്നെയാണ് 2ാമത്തെ ഉപവിഭാഗവും ആരംഭിക്കുന്നത് ഒരു സമ്മറി സ്റ്റേറ്റ്മെന്റോടുകൂടിയാണ്, ചുരുക്ക വിവരണത്തോടെയാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ സുവിശേഷ ഭാഗം. 3-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളില് ഈശോ ഗലീലി കടൽ തീരത്ത് വരുന്നതും ഈശോയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രബോധനങ്ങളെക്കുറിച്ചും കേട്ട് ഗലീലിയിൽ നിന്ന്, സമീപ പ്രദേശങ്ങളിൽ നിന്നെല്ലാം, ഗലീലിയിൽ നിന്ന്, ടയർ സീദോൻ പ്രദേശത്ത് നിന്ന്, യൂദയായിൽ നിന്ന്, ജെറൂസലമിൽ നിന്ന്, ഇദൂമിയായിൽ നിന്ന്, യോർദാന്റെ മറുകരയിൽ നിന്നെല്ലാം ആൾക്കാർ ഈശോയുടെ പക്കൽ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെയും ആ ഒരു ചുരുക്ക വിവരണമാണ് 3-ാം അധ്യായം 7 മുതൽ 12 വരെ വാക്യങ്ങൾ വിവരിക്കുന്നത്. ഇതിന് സമാനമായ ഒരു ചെറിയ ഹ്രസ്വമായ ചുരുക്ക വിവരണം 3ാമത്തെ ഉപവിഭാഗത്തിന്റെ ആരംഭത്തിലുമുണ്ട്. അത് 6-ാം അധ്യായം 7-ാം വാക്യത്തിലാണ്. അപ്പോൾ 1:14 ആരംഭിച്ച് 8:26 അവസാനിക്കുന്ന ആ ഗലീലിയൻ പ്രവർത്തനങ്ങള് 3 ഉപവിഭാഗങ്ങളും ആരംഭിക്കുന്നത് ഒരു സമ്മറി സ്റ്റേറ്റ്മെന്റോടുകൂടിയാണ്. അതിൽ 2ാമത്തെ സമ്മറി സ്റ്റേറ്റ്മെന്റാണ്, ചുരുക്ക വിവരണമാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ ആദ്യ ഭാഗം. ഇനി ഓരോ ചുരുക്ക വിവരണത്തിന്റെയും പ്രത്യേകത, ഈ 3 ചുരുക്ക വിവരണങ്ങളും അതിന് തൊട്ടു പിന്നാലെ വരുന്നത് ശിഷ്യത്വവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം വിവരിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ്. 1-ാം അധ്യായം 14-15 വാക്യങ്ങളില്
ഈശോ ഗലീലയിൽ പ്രത്യക്ഷപ്പെട്ട് ദൈവരാജ്യം പ്രഘോഷിക്കുന്നതും മാനസാന്തരത്തിനുള്ള ആഹ്വാനം നൽകുന്നതുമെല്ലാം നമ്മൾ കാണുന്നെങ്കിൽ, ദൈവരാജ്യത്തിൽ വിശ്വസിക്കുവാനുള്ള ആഹ്വാനം കാണുന്നെങ്കിൽ, അതിനോട് ഭാവാത്മകമായിട്ട് പ്രതികരിക്കുന്ന ആദ്യ ശിഷ്യന്മാരുടെ ചരിത്രമാണ് 1 അധ്യായം 16 മുതൽ 20 വാക്യങ്ങൾ വിവരിക്കുന്നത്. ഗലീലി കടൽ തീരത്ത് മീൻ പിടിച്ചുകൊണ്ടിരുന്ന ശെമയോനും സഹോദരൻ അന്ത്രയോസും സെബെദീപുത്രന്മാരായ യാക്കോബും യോഹന്നാനുമൊക്കെ ഈശോയുടെ വാക്ക് കേട്ട്, എന്നെ അനുഗമിക്കുക എന്ന വാക്ക് കേട്ട് എല്ലാം ഉപേക്ഷിച്ച് ഈശോയെ അനുഗമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈശോ വിളിക്കുന്ന രംഗമാണ് ആദ്യത്തെ സമ്മറി സ്റ്റേറ്റ്മെന്റിന്, ചുരുക്ക വിവരണത്തിന് തൊട്ട് പിന്നാലെ കാണുന്നത്. ഇന്ന് നമുക്ക് വായിക്കുവാനുള്ള 3 അധ്യായം 7 മുതൽ 12 വരെയുള്ള ഭാഗത്തുള്ള ചുരുക്ക വിവരണത്തിന് തൊട്ട് പിന്നാലെ വരുന്നത് 13 മുതൽ 19 വരെയുള്ള ഭാഗത്ത് ഇപ്രകാരം ഈശോയുടെ പരസ്യജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിലായിട്ട് ഈശോയെ അനുഗമിച്ചിരുന്ന ഈ ശിഷ്യ സമൂഹത്തിൽ നിന്ന്, ഈ വലിയ ശിഷ്യ സമൂഹത്തിൽ നിന്ന് 12 സ്ലീഹന്മാരെ, അപ്പസ്തോലന്മാരെ ഈശോ തിരഞ്ഞെടുക്കുന്നതാണ് കാണുന്നത്. 12 പേരെ തിരഞ്ഞെടുക്കാനുള്ള കാരണം പഴയ നിയമത്തിലെ 12 ഗോത്രങ്ങൾ ആയിരുന്നല്ലോ ഇസ്രായേൽ ജനത്തിന്റെ അടിസ്ഥാനം. പുതിയ നിയമ ജനമായ തിരുസഭയുടെ അടിസ്ഥാനമായി നിൽക്കേണ്ടത് ആ 12 ഗോത്രങ്ങളുടെ സ്ഥാനത്ത് ഈ 12 സ്ലീഹന്മാരാണ്. അതുകൊണ്ടാണ് ആ 12-ന് പ്രാധാന്യം നൽകുന്നത് നമുക്കറിയാം. അപ്പോൾ ആ ചുരുക്ക വിവരണത്തിന് ശേഷമുള്ള രണ്ടാമത്തെ ശിഷ്യന്മാരെ കുറിച്ചുള്ള ആ ഒരു ഭാഗമാണ്, സുവിശേഷ ഭാഗമാണ് 3 അധ്യായം 13 മുതൽ 19 വരെ കാണുന്നത്. ഇതിന് സമാനമായി തന്നെ 3-ാമത്തെ ഉപവിഭാഗത്തിലും 6 അധ്യായം 7 വാക്യം കഴിഞ്ഞാൽ 8 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഈ പ്രകാരം തെരഞ്ഞെടുത്ത് പരിശീലിപ്പിച്ച ശിഷ്യന്മാരെ ഈശോയുടെ പരസ്യജീവിത കാലത്ത് തന്നെ അവിടുത്തെ ദൗത്യവുമായിട്ട് തന്നെ അയക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വളരെ ക്രമീകൃതമായ ഒരു ഘടന സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ 3 അധ്യായം 7 മുതൽ 19 വരെയുള്ള ഇന്ന് നമുക്ക് വായിക്കാനുള്ള ഭാഗം കാണുവാൻ. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ 2 കാര്യങ്ങളാണ് കാണുന്നത്. ആദ്യം ഒരു ചുരുക്ക വിവരണം, അതിന് തൊട്ട് പിന്നാലെ ഈ തന്നെ അനുഗമിച്ചിരുന്ന, തന്റെ ആഹ്വാനം, അനുഗമിക്കുവാനുള്ള ആഹ്വാനം ശ്രവിച്ച് ഈശോയെ അനുഗമിച്ചിരുന്ന വലിയ ശിഷ്യ സമൂഹത്തിൽ നിന്ന് അനേകായിരങ്ങൾ ഈശോയെ അനുഗമിച്ചിരുന്നു. അവരിൽ നിന്ന് 12 പേരെ ഈശോ തെരഞ്ഞെടുക്കുന്നത് ആ രംഗമാണ്. അപ്പോൾ ഈ ചുരുക്ക വിവരണത്തില് ഈശോയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ഈശോയുടെ പ്രബോധനത്തെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. അവിടുത്തെ ഒന്ന് തൊടാൻ വേണ്ടി എപ്രകാരമാണ് രോഗികൾ ഈശോയെ സമീപിച്ചിരുന്നത്, അത് ഞെരുക്കാതിരിക്കാൻ വേണ്ടി അവിടുന്ന് വഞ്ചിയിൽ കയറി തടാകത്തിലിരുന്നുകൊണ്ട് പ്രബോധനം നൽകുന്ന രംഗമെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഈ രംഗത്തെക്കുറിച്ച് സഭാപിതാവായ ആഗസ്തിനോസ് പറയും, ശാരീരികമായി ഈശോയെ സ്പർശിക്കുവാൻ സാധിച്ചവരെക്കാൾ എത്രയോ ഭാഗ്യം ചെയ്തവരാണ് നമ്മൾ. നമുക്ക് അവിടുത്തെ വിശ്വാസം കൊണ്ട് സ്പർശിക്കുവാൻ സാധിക്കുന്നവരാണ്. അത് ഒട്ടും കുറവല്ല. കാരണം തോമാസ് ലീഹായുടെ ഈശോ പറഞ്ഞിട്ടില്ലേ, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് ആഗസ്തിനോസ് പറയുന്നത് നമുക്ക് ഓർമ്മയിലുണ്ട്. അപ്പോൾ ഇപ്രകാരം ഈശോ എന്ത് ചെയ്തുവോ, ദൈവരാജ്യ സുവിശേഷം പ്രസംഗിച്ചു, ഈശോ രോഗികളെ സുഖപ്പെടുത്തി, പിശാചുകളെ പുറത്താക്കി. ഇതേ ദൗത്യം തന്നെ തുടരുവാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് ശിഷ്യന്മാരെ വിളിച്ചതും ഈ രംഗത്ത് 3 അധ്യായത്തിൽ അവരെ പ്രത്യേക ഗണമായിട്ട് 12 പേരുടെ സ്ലീഹന്മാരുടെ ഗണമായിട്ട് വേർതിരിച്ചു നിർത്തുന്നതും. അതിന്റെ ലക്ഷ്യമാണ് 3 അധ്യായം 13, 14 വാക്യങ്ങൾ പറയുന്നത്. വളരെ വ്യക്തമായിട്ട് ഈശോ പറയുകയാണ്, 2 പ്രധാന ലക്ഷ്യങ്ങളാണ് ഈ 12 പേരെ തിരഞ്ഞെടുക്കുന്നതിലുള്ളത്. ഒന്ന്, തന്നോട് കൂടെ ആയിരിക്കുന്നതിന് വേണ്ടി. 2, അയക്കുന്നതിന് വേണ്ടി. അയക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈശോ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെ തുടരുവാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള പരിശീലനം അവിടുത്തെ പരസ്യജീവിത കാലത്ത് തന്നെ കൊടുക്കുകയാണ്. സ്വർഗാരോഹണത്തിന് ശേഷം, പന്തക്കുസ്തായ്ക്ക് ശേഷം ഈ സ്ലീഹന്മാർ വേണം ഈശോ ചെയ്ത കാര്യങ്ങൾ ലോകത്ത് തുടർന്നുകൊണ്ട് പോകുവാൻ. അതേ ദൗത്യം തന്നെയാണ്, ഈശോയുടെ അതേ ദൗത്യം തന്നെയായിരുന്നു സ്ലീഹന്മാർക്ക് തുടരുവാനുണ്ടായിരുന്നത്. അതുതന്നെയാണ് സ്ലീഹന്മാരുടെ പിൻഗാമികളും സഭയിലെ ശുശ്രൂഷ രംഗത്തുള്ളവരെല്ലാം ലോകാവസാനം വരെ, അവിടുത്തെ 2ാമത്തെ ആഗമനം വരെ തുടരുവാനിരിക്കുന്നതും. ദൗത്യത്തിന് വ്യത്യാസമില്ല. ഈശോ പ്രഘോഷിച്ച ദൈവരാജ്യം തന്നെ പ്രഘോഷിക്കണം. ഈശോ ചെയ്ത അതേ ദൈവരാജ്യ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ അത് രോഗശാന്തിയിലൂടെയും പാപമോചനത്തിലൂടെയും പിശാചുകളെ ബഹിഷ്കരിക്കുന്നതിലൂടെയും എല്ലാം ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇപ്രകാരം ഈ ദൗത്യം നിറവേറ്റാൻ സാധിക്കണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ട വ്യവസ്ഥയാണ് ആദ്യത്തെ ലക്ഷ്യമായിട്ട് പറയുന്നത്, തന്നോട് കൂടെ ആയിരിക്കുന്നതിനും. ഈശോയുടെ കൂടെ ആയിരുന്നാൽ മാത്രമേ ഈശോ ചെയ്ത കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി അയക്കപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. ഈശോ പ്രഘോഷിച്ച സുവിശേഷം പ്രഘോഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. പിതാവായ ദൈവവുമായി ഈശോയ്ക്കുണ്ടായിരുന്ന ആ ബന്ധം യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ടല്ലോ 1 അധ്യായം 18 വാക്യത്തില്, അവിടുത്തെയോട് ചേർന്നിരുന്ന, അവിടുത്തെ മടിയിൽ മറഞ്ഞിരുന്ന, അവിടുത്തെ ഹൃദയത്തോട് ചേർന്നിരുന്ന ആ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ
അവിടുത്തെ വെളിപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. ഈശോയ്ക്ക് പിതാവുമായുണ്ടായിരുന്ന ആ അഭേദ്യമായ ബന്ധമാണ് പിതാവിനെ വെളിപ്പെടുത്തുന്നതിന് അവിടുത്തെ സഹായകമായത്. അതുപോലെ ഈശോയുമായുള്ള ഉറ്റ വ്യക്തിപരമായ ബന്ധത്തിലൂടെ മാത്രമേ അവിടുത്തെ ശുശ്രൂഷകരാകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള സത്യം വ്യക്തമാക്കാനാണ് 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നത് തന്നോട് കൂടെയായിരിക്കുന്നത്. ഈശോയോടുള്ള ആ വ്യക്തിബന്ധം, ആ വ്യക്തിബന്ധത്തിൽ നിന്ന് വേണം ഐക്യപ്പെടുവാൻ. ഈ ഐക്യപ്പെടുന്ന കാലത്തും ഏതെങ്കിലും ഒരു പരിശീലന കാലത്ത് മാത്രം കൂടെ ആയിരുന്നുകൊണ്ട് പിന്നീട് ഐക്യപ്പെടുകയല്ല, ഈ ശുശ്രൂഷ മേഖലയിലായിരിക്കുന്ന കാലം മുഴുവനും അവിടുത്തോട് കൂടെ ആയിരുന്നുകൊണ്ട് വേണം അവിടുത്തെ ദൗത്യം തുടരുവാനെന്നുള്ള സൂചനയും അവിടെയുണ്ട്. ഇനി ഐക്യപ്പെടുന്നത് ഈശോയുടെ ദൗത്യം തന്നെ തുടരുവാനായിട്ടാണ്. ഈശോയുടെ ദൗത്യം പ്രധാനമായിട്ടും 2 മേഖലകളിലായിരുന്നു. ഒന്ന്, വാക്കുകളിലൂടെ സുവിശേഷം, ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രഘോഷിക്കുക. 2, രോഗശാന്തികളിലൂടെയും പിശാചിനെ ഒഴിപ്പിക്കുന്നതിലൂടെയും ദൈവരാജ്യം സ്ഥാപിക്കുക. ഇതേ കാര്യം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവികമായ ഈശോയ്ക്കുണ്ടായിരുന്ന അധികാരം കൂടി അവരെ നൽകുവാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് തിരഞ്ഞെടുത്ത് ഈ 12 പേരെ പ്രത്യേകമായിട്ട് വേർതിരിച്ച് നിർത്തി അവരെ പരിശീലിപ്പിക്കുന്നത്. ഇതേ ദൗത്യം പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ടാണ് ഈശോയുടെ പരസ്യജീവിത കാലത്ത് തന്നെ 6-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങളിൽ അവരെ അയക്കാൻ പോകുന്നത്. അതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ദൗത്യ നിർവഹണത്തിൽ എപ്രകാരമാണ് ഈശോ പരസ്യജീവിതത്തിന്റെ ആരംഭം മുതൽ തന്നെ സ്ലീഹന്മാരെ വിളിച്ച് തനിക്ക് ദൃക്സാക്ഷികളായിട്ട്, താൻ പഠിപ്പിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങൾക്ക് ദൃക്സാക്ഷികളായിട്ട് അവരെ പരിശീലിപ്പിച്ചു കൊണ്ടുവന്നത് എന്നും, പരസ്യജീവിതത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അവരെ വേർതിരിച്ച് 12 പേരായി തന്നോട് കൂടെ ആയിരിക്കുന്നവരായിട്ട്, തന്നോട് ചേർന്ന് നിൽക്കുന്നവരായിട്ട്, അകത്തുള്ളവരായിട്ട് ഈശോയുടെ പുതിയ കുടുംബമായിട്ട് രൂപപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്നും, അത് എപ്രകാരം ഭാവിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈശോയുടെ ഈ ലോക ജീവിതത്തിന് ശേഷം, ഈ ഭൂമിയിലെ അവിടുത്തെ അസ്തിത്വത്തിന് ശേഷം, ശാരീരികമായ അസ്തിത്വത്തിന് ശേഷം ഈ ദൗത്യം തുടർന്നുകൊണ്ട് പോകുവാൻ വേണ്ടി എപ്രകാരമാണ് ഒരുക്കിയതെന്നുമാണ് സുവിശേഷത്തിൽ വിവരിക്കുന്നത്. ഈശോ തെരഞ്ഞെടുക്കുന്നത് സവിശേഷമായ ലക്ഷ്യത്തോടെയാണ്. ഈ ലക്ഷ്യം നിർവഹിക്കാൻ വേണ്ടിയിട്ടായിരുന്നു സ്ലീഹന്മാരെ പരിശീലിപ്പിച്ചത്. അത് അവരുടെ ജീവിതത്തിലൂടെ നിറവേറ്റുകയും ചെയ്തു. അവർ ചെയ്തതും ഈശോയെ ലോകത്തിന് വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. ഇത് ദൈവത്തിന്റെ പദ്ധതിയിൽ അനാദി മുതലേ ഇതേ ശൈലി നമുക്ക് കാണുവാൻ സാധിക്കും. ആദ്യത്തെ വായനയിൽ നിയമാവർത്തന പുസ്തകം 31-ാം അധ്യായത്തിൽ ഈ യഹൂദരുടെ, ഇസ്രായേൽ ജനതയുടെ ആദ്യ വിമോചകനായിരുന്ന മോശയും തന്റെ വാർദ്ധക്യത്തിലെത്തുമ്പോൾ ജോഷുവായെ നിയമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ജോഷുവായോട് എന്താണ് മോശയ്ക്ക് പറയാനുള്ളത്? ഇതേ കാര്യം തന്നെയായിരുന്നു. ദൈവം നിന്നോട് കൂടെ ഉണ്ടാകും, കർത്താവ് നിന്റെ മുൻപേ പോകും, നിന്റെ കൂടെ വരും. ജോഷുവായാണ് നയിക്കുന്നത് എങ്കിലും കർത്താവ് കൂടെ ഉണ്ടായിക്കൊണ്ട് നിന്നെ സംരക്ഷിക്കും, നിന്റെ മുൻപേ പോകുമെന്നാണ് മോശ പറയുന്നത്. നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, നീ ഒരിക്കലും ഭഗ്നാശനാകുവാൻ സമ്മതിക്കുകയില്ല, നിന്നെ അവിടുന്ന് പരിത്യജിക്കുകയുമില്ല. അതുകൊണ്ട് നീ ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ ചെയ്യേണ്ടതില്ല എന്നാണ് മോശ ജോഷുവയ്ക്ക് ധൈര്യം നൽകുന്നത്. ഇതേ കാര്യം തന്നെയാണ് ഏശയ്യായുടെ പുസ്തകത്തിൽ നിന്ന് 41-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ദൈവം തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ദൈവം കൂടെയുണ്ട്. അവിടെ നിന്ന് പറയുകയാണ് 41-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങളിൽ, എന്റെ ദാസനായ ഇസ്രായേലെ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബെ. ദൈവം തിരഞ്ഞെടുത്ത യാക്കോബാണ്. ആ യാക്കോബാണ്, യാക്കോബിന്റെ 12 മക്കളാണ് ഇസ്രായേൽ ജനമായി തീർന്നത്. ഇവിടെ ഇതാ 12 സ്ലീഹന്മാരെ തിരഞ്ഞെടുക്കുന്നു പുതിയ ദൈവജനത്തിന്റെ അടിസ്ഥാനമാകുവാൻ വേണ്ടി. ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബെ, എന്റെ സ്നേഹിതനായ അബ്രാഹത്തിന്റെ സന്തതി, നീ എന്റെ ദാസനാണ്, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തു, നീ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. അപ്പോൾ ദൈവം തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറയുകയാണ്. വാഗ്ദാനമാണ്, ദൈവത്തിന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. മോശ ജോഷുവയോട് പറഞ്ഞതുപോലെ തന്നെ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതു കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഇതാണ് ഈശോ തിരഞ്ഞെടുക്കുന്ന എല്ലാവരോടും അവിടത്തേക്ക് പറയുവാനുള്ളത്. നമ്മോടും പറയുന്നത് അവിടുന്ന് തന്നെയാണ്. അവിടുന്ന് നമ്മയും തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? അവിടുത്തെ ദൗത്യം തുറന്നുകൊണ്ട് പോകുവാൻ വേണ്ടി, രക്ഷയുടെ സുവിശേഷം നമ്മുടെ ജീവിതം കൊണ്ട് പ്രഘോഷിക്കുവാൻ വേണ്ടി. അവിടുന്ന് ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ രോഗശാന്തിയും പിശാചിനെ ഒഴിപ്പിക്കലുമെല്ലാം നമ്മുടെ ജീവിതം കൊണ്ട് നടത്തുവാൻ വേണ്ടി. തിന്മയുടെ ശക്തിക്കെതിരെ നമ്മൾ ധൈര്യപൂർവ്വം പോരാടുമ്പോൾ നമ്മൾ പിശാചിനെതിരെ, സാത്താനെതിരെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ സാത്താനെതിരെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. സാത്താനെ പുറത്താക്കുകയാണ് ചെയ്യുന്നത്. അവിടുത്തെ സുവിശേഷം പ്രഘോഷിക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവന്റെ ആ ഒരു മാനസിക സന്തോഷമാണ്, സംതൃപ്തിയാണ്
പൗലോസ്ലീഹ ഫിലിപ്പിയർക്കുള്ള ലേഖനം 3-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ജനിക്കുന്നതിന് മുൻപ് തന്നെ തിരഞ്ഞെടുത്ത ആ ദൈവത്തിന്റെ പരിപാലനയെക്കുറിച്ച്, എപ്രകാരമാണ് ഹെബ്രായനായിരുന്നു താൻ, ഫരിസയരിൽ മുമ്പനായിരുന്നു താൻ, തീക്ഷ്ണതയാൽ എപ്രകാരമാണ് സഭയെ പീഡിപ്പിച്ചിരുന്നതെന്നും, എന്നാൽ മിശിഹ വിളിച്ച് സ്വന്തമാക്കി കഴിഞ്ഞപ്പോൾ എല്ലാം നഷ്ടമായി കരുതിക്കൊണ്ട് മിശിഹായെ സ്വന്തമാക്കുവാൻ വേണ്ടി, അവിടുത്തെ നേടുവാൻ വേണ്ടി, അവിടുത്തോട് കൂടെയായിരിക്കുവാൻ വേണ്ടി എപ്രകാരമാണ് എല്ലാം പരിത്യജിക്കുന്നത് എന്നും സ്ലീഹ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. കാരണം സ്ലീഹ പറയുകയാണ്, ഈശോ മിശിഹ എന്നെ സ്വന്തമാക്കിയിരിക്കുന്നുവെന്ന്. അതുകൊണ്ട് അവിടുന്ന് പിന്നിലുള്ളവയെല്ലാം മറന്ന് മുൻപിലുള്ളവയെ കണ്ണിൽ മുൻപിൽ കണ്ടുകൊണ്ട് അതിലേക്ക് ഓടുകയാണ്, യാത്ര ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി, അവിടുത്തെ ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ വേണ്ടി. ഈ സ്ലീഹന്മാരുടെ മാതൃക തന്നെയാണ് നമുക്കും പിന്തുടരുവാനുള്ളത്. അവിടുന്ന് നമ്മെ വിളിച്ചിരിക്കുന്നത് ഇതേ ദൗത്യവുമായിട്ട് തന്നെയാണ്. അവിടുന്ന് ആരംഭിച്ച ദൈവരാജ്യ പ്രഘോഷണത്തിന്റെ ദൗത്യം, ആ നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയ അവിടുത്തെ ജീവിതത്തിലെ ആ ദൗത്യം, അവിടുന്ന് രോഗികളെ സുഖപ്പെടുത്തുവാനുള്ള ആ ദൗത്യം, പിശാചുകളെ പുറത്താക്കിയതുപോലെ പുറത്താക്കുവാനുള്ള ആ ദൗത്യം, അതുതന്നെയാണ് നമ്മുടേതും. ഇത് നിറവേറ്റുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ.